അബദ്ധങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. പലപ്പോഴും നാം ആഗ്രഹിക്കാതെ തന്നെ പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. അതിൽ നിന്ന് കരേറി വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ദൗത്യമായി നമ്മുടെ മുൻപിൽ പലപ്പോഴും മാറാറുമുണ്ട്. നമ്മെ നിയന്ത്രിക്കാൻ ഒരാളുണ്ടാവുക, നമുക്ക് നല്ല നല്ല കാര്യങ്ങളെ പറഞ്ഞു തരിക, എന്തെങ്കിലും ഒരു വിഷയത്തിലേക്കോ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്കോ നാം കടന്നു ചെല്ലുന്നു എന്ന് തോന്നലുണ്ടാകുമ്പോൾ അവിടെ വെച്ച് നമ്മെ വഴിതിരിച്ചു വിടുവാനും നമ്മെ ശരിയായ പാതയിലേക്ക് വഴിതിരിച്ചു വിട്ട് നമ്മോടൊപ്പം ചേർന്ന് നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മോടൊപ്പം സന്തോഷിക്കുക, നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മോട് മനസ്സലിവ് കാട്ടി നമ്മെ സ്നേഹിക്കുക. ചില സമയങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കുവാൻ മനുഷ്യർ പലരുണ്ടെങ്കിലും നമുക്കൊരു തൃപ്തി വരാത്ത സമയങ്ങളുണ്ട്. കാരണം നാം പറയുന്നത് അതേ നിലവാരത്തിൽ മനസ്സിലാക്കുവാനോ നമ്മുടെ ഹൃദയങ്ങളെ കൃത്യതയോടെ അറിഞ്ഞ് നമ്മോട് ഇടപെടുവാനോ നമ്മുടെ സുഹൃത്തുക്കൾക്കൊരു പക്ഷേ സാധിക്കാതെ വരും. കാരണം ഞാൻ അനുഭവിക്കുന്ന വ്യഥകൾ, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് അതേ വ്യാപ്തിയോടെ തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നതാകാം. കാരണം എന്തു തന്നെയായാലും നമ്മെ വഴി നടത്തുന്നവൻ, നമ്മുടെ വേദനയിൽ നമ്മെ ചേർത്ത് നിർത്തുവാൻ അങ്ങനെയൊക്കെ ഒരാളുണ്ടാവുക എന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. ഈ സമയത്ത് എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ കൃത്യതയോടെ തിരിച്ചറിയുകയും നിങ്ങൾക്ക് വേണ്ടി സകല വഴികളും തുറക്കുകയും ജീവിതത്തിൽ നിങ്ങളോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരുവൻ ഈ ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. നീ വേദനയോടെയാണ് ഈ ശബ്ദത്തെ കേൾക്കുന്നത്. നീ പ്രാരാബ്ധങ്ങളുടെ നടുവിൽ എങ്ങോട്ടെന്നില്ലാതെ തുഴയുന്ന വ്യക്തിയാണോ? ഏത് ദിശയാണ് നിന്റെ ജീവിതത്തിൽ പോകേണ്ടുന്നതെന്ന് അറിയാതെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. ഭയപ്പെടണ്ട. ഒരുപാട് ചിന്തനീയമായ വിഷയങ്ങളിലൂടെ നീ കടന്നു പോകണ്ട. കാരണം നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിന്നിൽ നിന്ന് കേൾക്കും. വേദപുസ്തകത്തിനകത്ത് വളരെ മനോഹരമായ ഒരു വാക്യം, ഈ പകലിൽ ആ വാക്യം നിങ്ങളോടായി സംസാരിക്കുന്നു. നിനക്ക് വഴികാട്ടിയായി നീ എങ്ങോട്ട് സഞ്ചരിക്കണം, നിന്റെ ജീവിതം എങ്ങനെ, ഇന്നലെ വരെ നിന്നോടൊപ്പം ഇല്ലാതിരുന്ന് നിന്നെ നേർവഴിക്ക് നയിക്കുന്ന, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ളതായ യേശു ക്രിസ്തു നിന്റെ ഏറ്റവും നല്ല ചങ്ങാതിയായി, നിന്റെ ഏറ്റവും നല്ല സുഹൃത്തായി, വഴികാട്ടിയായി ഈ ശബ്ദം കേട്ടു തുടങ്ങുമ്പോൾ മുതൽ നിന്റെ അരികിലുണ്ട്. ആ കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ അവനെ നിനക്ക് കാണുവാൻ സാധിക്കും. വ്യാകുലതകൾ മാറട്ടെ, ചിന്തകൾ മാറട്ടെ, നല്ല വഴികൾ തിരഞ്ഞെടുക്കുവാൻ സർവേശ്വരൻ ബുദ്ധി ഉപദേശിച്ചു തരട്ടെ.